എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 10 ശ്ലോകം 31, 32, 33, 34, 35, 36, 37, 38, 39, 40 10 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അശോകവനികയിലെ ആ ശിംശുഭാവൃക്ഷത്തിന്റെ ചുവട്ടില് ഭഗവാന്റെ ആ വിരഹ ഹൃദയവ്യഥ കൊണ്ട് ഇങ്ങനെ ഭഗവാന്റെ വേർപാട് നിമിത്തം ഹൃദയവ്യഥ കൊണ്ട് നെലിഞ്ഞ് ഉണങ്ങി കൃശാംഗിയായിട്ടിരിക്കുന്ന ആ സീതാദേവിയെ ഭഗവാൻ അതാ കാണുന്നു. രണ്ടുപേരും പരസ്പരം നിർനിമേഷരായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. സീതാദേവിയുടെ കണ്ണുകളിൽ നിന്നതാ സന്തോഷാശ്രുക്കൾ, ഭഗവാന്റെ കണ്ണുകളും നിറഞ്ഞു. ഭഗവാന്റെ മുഖം വികസിച്ചു. സീതാദേവി എത്ര കാലായി സീതാദേവിയെ കണ്ടിട്ട്. രണ്ടുപേരും സന്തോഷാശ്രുക്കളെ പൊഴിച്ച് ഭഗവാൻ പിന്നെതാ സീതാദേവിയെ പുഷ്പക വിമാനത്തിലേറ്റി അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഗംഗണപതേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. രാമ പ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാന്വകമ്പത ആത്മസന്ദർശനാഹ്ലാദ വികസൻ മുഖപങ്കജാം. ദീനാം ദുഃഖിതയും ആത്മസന്ദർശനാഹ്ലാദ വികസൻ മുഖപങ്കജാം. തന്റെ സന്ദർശന നിമിത്തമുണ്ടായ ആഹ്ലാദത്താൽ വികസിച്ച മുഖാരവിന്ദത്തോടുകൂടിയും ഇരിക്കുന്ന പ്രിയതമാം ഭാര്യ, അത്യന്തം പ്രീതിക്ക് വിഷയമായിരിക്കുന്ന ഭാര്യയെ വീക്ഷ്യ കണ്ടിട്ട് രാമൻ അനുകമ്പത അനുകമ്പ വിചാരിച്ചു. പാരവശ്യം കൊണ്ട് വളരെ ദുഃഖിതയാണ് സീതാദേവി. ഇപ്പോ തന്റെ കാഴ്ചയാലുണ്ടായ ആ പരമ സന്തോഷം കൊണ്ട് വികസിച്ച മുഖാരവിന്ദത്തോടു കൂടിയുമായിരിക്കുന്ന ആ പ്രിയതമയായ ഭാര്യയെ കണ്ടപ്പോ രാമചന്ദ്രന് ആദ്യം തോന്നിയത് കാരുണ്യാണ് തോന്നിയത്. പാവം എന്റെ സീത എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. ആരോപ്യാരുരുഹേയാനം ഭ്രാതൃഭ്യാം ഹനുമൽയുധ വിഭീഷണായ ഭഗവാൻ ദത്വാ രക്ഷോ ഗണേശതാം ലങ്കാമായുശ്ച കൽപ്പാന്തം യയൗ ചീർണവ്രതപുരീം. യാനം വിമാനത്തെ ആരോപിച്ചിട്ട് ഭഗവാൻ ശ്രീരാമൻ ഭ്രാതൃഭ്യാം സഹോദരന്മാരോടും ഹനുമത്യുധ ഹനുമാനോടും കൂടിയവനായി കയറി വിഭീഷണനായിക്കൊണ്ട് രക്ഷോ ഗണേശതാം രാക്ഷസഗണങ്ങളുടെ ആധിപത്യത്തെയും ലങ്കയെയും കൽപ്പാന്തം ആയുച്ഛ കൽപ്പാവസാനം വരെ ആയുസ്സിനെയും ദത്വ ദാനം ചെയ്തിട്ട് ചീർണവ്രത അനുഷ്ഠിച്ച വ്രതത്തോടു കൂടിയവനായി പുരീം യയൗ രാജധാനിയെ യാനം ചെയ്തു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ സീതാദേവിയെ കൈപിടിച്ച് ആ പുഷ്പക വിമാനത്തിൽ അങ്ങോട്ട് കയറ്റിയിരുത്തി ആ സഹോദരന്മാരായ ലക്ഷ്മണനോടും പിന്നെ സുഗ്രീവൻ, ഭക്താഗ്രഗണ്യനായ ഹനുമാൻ, ലങ്കാധിപനായ വിഭീഷണൻ ഇവരോടെല്ലാവരും കൂടിയിട്ട് വിമാനത്തിൽ കയറിയിട്ട് അയോധ്യയിലെ രാജധാനിയിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. സീതാദേവിക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ട വിമാനത്തിൽ നിന്ന്. ഇവിടെയല്ലേ നമ്മൾ താമസിച്ചത്, ആ ആശ്രമം, എല്ലാവരുടെ ആശ്രമങ്ങൾ കാണിച്ചു കൊടുക്കണു. സീതാദേവി ആ സന്തോഷത്തോടുകൂടി തങ്ങൾ താമസിച്ചത് ആ കാട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ പറയണു, വിഭീഷണ ലങ്കയില് അധിപനായിട്ട് അഭിഷേകം ചെയ്യാണ് പിന്നെ ശ്രീരാമചന്ദ്രൻ. കൽപ്പാവസാനം വരെ ആയുസ്സും കൊടുത്തു. അങ്ങനെ വ്രതം 14 വർഷത്തെ വ്രതമായിരുന്നല്ലോ. അയോധ്യയിലെത്തിയിട്ട് വ്രതം പൂർത്തിയാക്കി. അവകീര്യമാണ കുസുമൈ ലോകപാലാർപ്പിതൈ പഥി ഉപഗീയമാന ചരിത ശതധൃത്യാദിഭിർമുദാ. പഥി പന്ഥാവിൽ ലോകപാലാർപ്പിതൈ ലോകപാലന്മാരാൽ സമർപ്പിക്കപ്പെട്ട കുസുമങ്ങളാൽ അവകീര്യമാണ് ആച്ഛാദനം ചെയ്യപ്പെട്ടവനും മുദാ സന്തോഷത്തോടുകൂടി ശതധൃത്യാദിഭി ബ്രഹ്മാവ് മുതലായവരാൽ ഉപഗീയമാന ചരിത കീർത്തിക്കപ്പെടുന്ന ചരിത്രത്തോടു കൂടിയവനുമായിട്ട് ആ വിമാനത്തിലിരുന്ന് പോണ ശ്രീരാമചന്ദ്രൻ
ശ്രീരാമചന്ദ്രനെ വർണ്ണിക്കുകയാണ്. അങ്ങനെ മാർഗത്തിലെ ലോകപാലകന്മാരായ ഇന്ദ്രാദികള്, വിമാനത്തിൽ പോകുന്ന വഴിയിൽ മുഴുവൻ ഇന്ദ്രാദി ദേവന്മാര് പുഷ്പങ്ങൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കണു. ഭഗവാന്റെ ശിരസിൽ അതിങ്ങനെ വീണുകൊണ്ടിരുന്നു എന്നാ പറഞ്ഞത്. തുറന്ന വിമാനമല്ല, പുഷ്പക വിമാനം. ബ്രഹ്മാവ് മുതലായവരോ ഭഗവാന്റെ അവതാര ചരിത്രം ഇങ്ങനെ സന്തോഷപൂർവ്വം കീർത്തിച്ചു കൊണ്ടേയിരുന്നു. രാമചന്ദ്ര ജയ ജയ രാമചന്ദ്ര, ഭഗവാന്റെ അവതാര ചരിത്രം മുഴുവനും അവരിങ്ങനെ വർണ്ണിച്ച ഒരു ഗാനാലാപനം. അപ്പോഴോ ഭരതൻ അവിടെ ഗോമൂത്രത്തിൽ വേവിച്ച ആ അന്നം മാത്രം കഴിച്ചുകൊണ്ടല്ലേ വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ മെതിയടിയും പൂജിച്ച് ഇങ്ങനെ കഴിയല്ലേ. 14 വർഷം തികഞ്ഞ ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ എന്ന് എത്തണു അന്നേ ഭരതനും അവിടെ എത്തുള്ളൂ എന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ വ്രതം പറയണു. ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കലാംബരം മഹാകാരുണികോദപ്യൽ ജഡിലം സ്ഥണ്ടിലേശയം. ഗോമൂത്രയാവകം, ഗോമൂത്രത്തിൽ പചിച്ച യാവന്നം ഭുജിക്കുന്നവനും, വൽക്കലാംബരം, വൽക്കലമാകുന്ന വസ്ത്രത്തോടു കൂടിയവനും, ജഡിലം, ജട ധരിച്ചവനും, സ്ഥണ്ടിലേശയം, നിലത്ത് ശയിക്കുന്നവനുമായ ഭ്രാതരം, സഹോദരനെ കുറിച്ച് ശ്രുത്വ, ശ്രവിച്ചിട്ട്, മഹാകാരുണിക, മഹാകരുണയുള്ളവൻ, അതപ്യൽ, തപിച്ചു. ശ്രീരാമചന്ദ്രൻ അങ്ങനെ ആ അനിയനെ പറ്റി വിചാരിക്കുമ്പോൾ അതാണ് വേഗം അയോധ്യയിലേക്ക് വരണം. എത്ര നാളായി ഇത് മാത്രം കഴിച്ച് നിലത്ത് കിടന്ന് അങ്ങനെ കഴിയല്ലേ ഭരതൻ. ആ ഭരതനെ വേഗം ഇനി വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് വേഗം വന്നത് അയോധ്യയിൽ. ബദ്ധപ്പാടോടുകൂടിയായിരുന്നു ഭഗവാന്റെ അയോധ്യ ഗമനം. അത് കാരണസഹിതം വിവരിക്കുകയാണ്. സഹോദരനായ ഭരതൻ തന്റെ വിയോഗം ദുഃഖം നിമിത്തം രാജഭോഗങ്ങൾ മുഴുവനും ഉപേക്ഷിച്ച് ഗോമൂത്രത്തിൽ പാചകം ചെയ്ത യവം ഭക്ഷിച്ചും ആ വൽക്കലം വസ്ത്രമായി ധരിച്ചും ദർഭ വിരിച്ച് നിലത്തിൽ ശയിച്ചും ജടകൾ വഹിച്ചും കൊണ്ടാണ് വസിക്കുന്നത് എന്ന് കേട്ടിട്ട് മഹാകരുണയുള്ളവനായ ഭഗവാൻ ഏറ്റവും ക്ലേശിച്ചു, വല്ലാത്ത ദുഃഖം തോന്നി ശ്രീരാമചന്ദ്രന്. അതുകൊണ്ടാണ് അതിശീഘ്രം അയോധ്യയെ പ്രാപിച്ചത് എന്ന് പറയുന്നു. ഭരത പ്രാപ്തമാകർണ്യ പൗരാമാത്യ പുരോഹിതേ പാതുകേ ശിരസിന്യസ്യ രാമം പ്രത്യുദ്യുതോഗ്രജം. ഭരതൻ അഗ്രജം രാമം, ജ്യേഷ്ഠനായ രാമൻ, പ്രാപ്തം ആകർണ്യ, വന്നിരിക്കുന്നതായി കേട്ടിട്ട്, പാതുകേ ശിരസിന്യസ്യ, പാതുകങ്ങളെ ശിരസിൽ വിന്യസിച്ചിട്ട്, പൗരാമാത്യ പുരോഹിതേ, പൗരന്മാര്, അമാത്യന്മാര്, പുരോഹിതന്മാരെ ഇവരോടുകൂടി പ്രത്യുദ്യുത, എതിരേറ്റു. ഭരതൻ ശ്രീരാമനില്ലാതെ ഇരിക്കണ അയോധ്യയിൽ പ്രവേശിക്കില്ല എന്നുള്ള വ്രതത്തോടു കൂടി വസിക്കുകയായിരുന്നു. നന്ദിഗ്രാമത്തിലാണല്ലോ വസിച്ചിരുന്നത്. ആ നന്ദിഗ്രാമത്തിലെ ആശ്രമത്തിൽ നിന്ന് ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രൻ അയോധ്യക്ക് എഴുന്നള്ളുന്നു എന്ന വർത്തമാനം കേട്ട ഉടനെ ആ പുരവാസികള്, മന്ത്രിമാര്, പുരോഹിതന്മാരൊക്കെ ഇവരോടൊക്കെ കൂടി ചേർന്ന് ആ മെതിയടികളെ ശിരസിൽ വഹിച്ചും കൊണ്ട് ശ്രീരാമസ്വാമിയെ എതിരേറ്റ് ഗമിച്ചു. നന്ദിഗ്രാമാൽ സ്വശിബിരാൽ ഗീതവാദിത്ര നിസ്വനൈഹി ബ്രഹ്മഘോഷേണ ജമുഹു പഠദ്ഭിർ ബ്രഹ്മവാദിഭി. ഘോഷേണ, ഉച്ചസ്വരത്തോടുകൂടി, ബ്രഹ്മ, വേദത്തെ, പഠൽഭി, ഉച്ചരിക്കുന്ന, ബ്രഹ്മവാദിഭി, വേദജ്ഞന്മാരോടും, ഗീതവാദിത്ര നിസ്വനേഹി, ഗീതവാദ്യ ശബ്ദങ്ങളോടും കൂടി, സ്വശിബിരാൽ, നന്ദിഗ്രാമാൽ, തന്റെ ആശ്രമമുള്ള നന്ദിഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടു ഭരതൻ. അത്യുച്ചസ്വരത്തിൽ വേദം ഉച്ചരിക്കുന്ന ബ്രാഹ്മണരോടും ഗാനവാദ്യ വിശേഷം മുതലായവയുടെ നാദത്തോടും കൂടി നന്ദിഗ്രാമത്തിൽ താൻ വസിക്കുന്ന ആശ്രമത്തിൽ നിന്ന് ഭരതൻ എതിരേറ്റങ്ങനെ ഗമിച്ചു. എല്ലാവരോടും കൂടി സന്തോഷപൂർവ്വം ഭഗവാന്റെ ഗാനങ്ങൾ ഇങ്ങനെ പാടി ഭജനയൊക്കെ ചെയ്തുകൊണ്ടാണ് പോക്ക്. വേദങ്ങളും ഉറക്ക ഇങ്ങനെ ഉച്ചരിക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണുന്ന് സന്തോഷാശ്രുക്കൾ ഇങ്ങനെ വരുന്നുണ്ട് ഭരതന്റെ മെതിയടി തലയിൽ വെച്ച്. അങ്ങനെ നടക്കുകയാണ് ഭരതൻ അയോധ്യയിലേക്ക്. സ്വർണകക്ഷപതാകാവ്യ ഹൈമേ ചിത്രധ്വജൈരഥേ സദശ്വേ രുക്മസന്നാഗേ ഹടേ പുരടവർമ്മഭി. സ്വർണകക്ഷപതാകാഭി, സ്വർണക്കരയുള്ള കൊടികളോടും, ഹൈമൈ, സ്വർണം കൊണ്ടുണ്ടാക്കിയ, ചിത്രധ്വജേഹി, വിശേഷവർണ്ണമുള്ള ധ്വജങ്ങളോടും, രുക്മസന്നാഹേഹി, സ്വർണാഭരണങ്ങളോടുകൂടിയ, സദശ്വി, ശ്രേഷ്ഠങ്ങളായ കുതിരകളോടും കൂടിയ, രഥേ, രഥങ്ങളോടുകൂടിയും, പുരടവർമ്മഭി, സ്വർണ്ണ കവചങ്ങൾ ധരിച്ചിരിക്കുന്ന, ഭടൈ, ഭടന്മാരോടുകൂടിയും, സ്വർണ്ണ കസവുകളുള്ള കൊടിക്കൂറകള്, സ്വർണം കൊണ്ടുണ്ടാക്കിയ ധ്വജങ്ങള്, സ്വർണ്ണക്കോപ്പുകളാണ് ഞാൻ കുതിരകളുള്ള രഥത്തോടും, സ്വർണ്ണ കവചങ്ങൾ ധരിച്ചിരിക്കുന്ന ഭടന്മാരോടും കൂടി ഭരതനെ
എതിരേറ്റു എല്ലാവരും. അങ്ങനെയാണ് ഭരതനെ അവരെ എതിരേറ്റത്. ശ്രേണീഭിർവാരമുഖ്യാഭിർ ഭൃത്യൈശ്ചൈവ പദാനുഗൈഃ പാരമേഷ്ട്യാന്യുപാദായ പണ്യാന്യുച്ചാവജാനി സ. ശ്രേണീഭി വ്യാപാരികളോടും വാരമുഖ്യാഭി വാരസ്ത്രീകളോടും പദാനുഗൈഹി ഭൃത്യൈഹി പാദചാരികളായ ഭൃത്യന്മാരോടും കൂടി പാരമേഷ്ട്യാനി ഏറ്റവും ഉത്കൃഷ്ടങ്ങളും ഉച്ചാവജാനി നാനാവിധങ്ങളുമായ പണ്യാനി ദ്രവ്യങ്ങളെ ഉപാധായ എടുത്തിട്ട് താമ്പൂലാദി പദാർത്ഥങ്ങളെയൊക്കെ വ്യാപാരം ചെയ്യുന്ന കച്ചവടക്കാര്, പിന്നെ വാരസ്ത്രീകള്, പിന്നിൽ സഞ്ചരിക്കുന്ന ഭൃത്യന്മാര്, ഇവരോടൊക്കെ കൂടിയിട്ടാണ് ആ രാജാക്കന്മാർക്ക് സ്വീകരിക്കാൻ യോഗ്യങ്ങളായ നാനാവിധ കാഴ്ചദ്രവ്യങ്ങൾ എടുത്തുകൊണ്ട് എതിരേറ്റ് ഗമിച്ചു. എല്ലാവരും ഇതൊക്കെ കൂടിയിട്ടാണ് ഭരതനെ എതിരേറ്റത്. ഒരു രാജാവ് വരുമ്പോ എങ്ങനെയൊക്കെ എതിരേൽക്കേണ്ടത് അതുപോലെ അങ്ങനെതാ ശ്രീരാമചന്ദ്രനെ കാണുന്നു ഭരതൻ. പാദയോർനവതൽ പ്രേമണ പ്രക്ലിന്ന ഹൃദയേക്ഷണ പാതുകേന്യസ്യ പുരത പ്രാഞ്ജലിർ ബാഷ്പലോചന. പ്രേമണ പ്രേമത്താൽ പ്രക്ലിന്ന ഹൃദയക്ഷണ ആർദ്രമായ ഹൃദയത്തോടും നേത്രങ്ങളോടും കൂടിയവനായിട്ട് പുരത പാതുകേനസ്യ മുൻഭാഗത്തിൽ പാതുകകൾ വെച്ചിട്ട് പാദയോഹോ പാദങ്ങളിൽ ന്യപതൽ നിപതിച്ചു. പ്രാഞ്ജലി അഞ്ജലിയോടുകൂടിയവനും ബാഷ്പലോചന നേത്രങ്ങളിൽ ജലത്തോടുകൂടിയവനുമായിട്ട് തസ്ഥവും നിന്നു. പരമപ്രേമ ലക്ഷണമായ ഭക്തി, ആ ഭക്തി കൊണ്ട് ഭരതന്റെ ഹൃദയം ആ ഹൃദയവും നേത്രവും ദ്രവീഭൂതങ്ങളായി ഹൃദയം അങ്ങോട്ട് അലിഞ്ഞു. എന്താണ് ഭഗവാനോട് പറയേണ്ടത്? വാക്കുകളൊന്നും കിട്ടണില്ല ഭരതൻ. ഇത്രയും ഭഗവാനോട്, ഏട്ടനോട്, ജ്യേഷ്ഠനോടുള്ള ആ പ്രേമം, ഭക്തി, ഇതുകൊണ്ടൊക്കെ അങ്ങോട്ട് നിറഞ്ഞു കവിയാണ് ഹൃദയം. ഭഗവാന്റെ മെതിയേടുകള് മുൻഭാഗത്ത് അങ്ങനെ സമർപ്പിച്ച് പാദങ്ങളിങ്ങനെ വീണ് നമസ്കരിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് ശിരസിൽ കൈകളെയും നേത്രങ്ങളിൽ ജലത്തെയും വഹിച്ചുകൊണ്ട് കൈകളിങ്ങനെ മുകളില് പിടിച്ചിട്ട് ഒന്നും മിണ്ടാൻ സാധിക്കണില്ല ഭരതന്. അങ്ങനെ ഭഗവാന്റെ മുൻഭാഗത്ത് ചെന്ന് അങ്ങോട്ട് നിന്നു. രാമചന്ദ്രസ്വാമിയോ ഭരതനെ അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. തമാശ്ലിഷ്യ ചിരം ദോർഭ്യാം സ്നാപയൻ നേത്രജലേ രാമോ ലക്ഷ്മണ സീതാഭ്യാം വിപ്രേഭ്യോ യേ അർഹസത്തമാഃ തേഭ്യ സ്വയം നമശ്ചക്രേ പ്രജാഭിശ്ച നമസ്കൃത. തം അദ്ദേഹത്തെ ദൗർഭ്യാം കൈകൾ കൊണ്ട് ചിരം ആശ്ലിഷ്യ അധിക നേരം ആലിംഗനം ചെയ്തിട്ട് നേത്രജയ് നേത്രങ്ങളിൽ നിന്ന് ജനിച്ച ജലം കൊണ്ട് സ്നാവയൻ അഭിഷേകം ചെയ്യുന്നവനായിട്ട് അർഹസത്തമായ അത്യന്തം പൂജ്യന്മാർ യാതൊരുത്തരോ തേഭ്യ വിപ്രേഭ്യ ആ ബ്രാഹ്മണർക്കായിക്കൊണ്ട് രാമൻ ലക്ഷ്മണ സീതാഭ്യാം ലക്ഷ്മണനോടും സീതയോടും കൂടി സ്വയം നമശ്ചക്രേ താൻ തന്നെ നമസ്കരിച്ചു. പ്രജകളാൽ നമസ്കൃതാച്ച നമസ്കരിക്കപ്പെടുകയും ചെയ്തു. ശ്രീരാമചന്ദ്രൻ ആ ഭരതന് രണ്ട് കൈകൾ കൊണ്ടും കുറേ നേരം ഇങ്ങനെ ആലിംഗനം ചെയ്ത് അങ്ങനെ നിന്നു. രണ്ടുപേരുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ അശ്രു ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ പ്രേമാധിക്യം കൊണ്ട് ശ്രീരാമചന്ദ്രന്റെ കണ്ണുകളിൽ നിന്ന് നേത്രങ്ങളിൽ നിന്ന് ഉള്ള ആ ജലം കൊണ്ട് ഭരതനെ ഇങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക. ഭരതന്റെ ശിരസിലേക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണുനീര് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭരതനെ അഭിഷേകം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതാ കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ആ ബ്രാഹ്മണരെ കണ്ടു. ആ പരമപൂജ്യരായ ബ്രാഹ്മണരെ രാമനും ലക്ഷ്മണനും സീതയും നമസ്കരിച്ചു. അതിപൂർവ്വം നമസ്കരിച്ചു. അവരനുഗ്രഹിച്ചു. പ്രജകളെല്ലാവരും ആ ശ്രീരാമചന്ദ്രസ്വാമിയെ നമസ്കരിക്കണം. 14 കൊല്ലം മുമ്പ് ആ കിരീടധാരണം ചെയ്ത രാമനെ കാണാൻ മോഹിച്ചിങ്ങനെ ഇരിക്കല്ലേ അയോധ്യാവാസികള്. ഇതാ അവര് രാമനെ വീണ്ടും വീണ്ടും കാണുകയാണ്. ജടാമണ്ഡല മണ്ഡിതനായിട്ട് ആ കോദണ്ഡപാണിയായ രാമനെ സീതാലക്ഷ്മണന്മാരോടുകൂടി കൺകുളിർക്ക കണ്ട് പ്രജകളിങ്ങനെ ആനന്ദ വിവശന്മാരായിട്ട് കണ്ണുനീരിൽ കുളിച്ചു നിൽക്കുകയാണ്. ആ രാമപാദങ്ങളിൽ പാദുകങ്ങൾ അർപ്പിച്ചിങ്ങനെ വീണ് നമസ്കരിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭരതനെയും അവര് നമസ്കരിച്ചു അല്ലേ. പിന്നെ അത് അനുജന്മാരോടുകൂടി കൗസല്യ അമ്മമാരെയൊക്കെ വന്ദിച്ചു. ആ കൗസല്യ മകനെ മടിയിൽ വെച്ച് കണ്ണുനീര് കൊണ്ട് അഭിഷേകം ചെയ്യണം. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.